ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ കൂടുതലായിട്ടൊന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം വലിയ കാര്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇന്നലത്തെ വീഡിയോ അതില് ഒരു പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ എലിസബത്ത് കുട്ടി പറയുന്നുണ്ടേ. അപ്പൊ പിന്നെ അത് റിയാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പോവുകയാണേ. ആ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരാം. അപ്പൊ എന്തായാലും എലിസബത്തിന്റെ വീഡിയോയിൽ എലിസബത്ത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ടേ നമുക്ക് ഇങ്ങോട്ട് കേട്ടു തുടങ്ങാം. ഒരുപാടൊന്നും കേൾപ്പിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഒരു തോക്ക് കേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിക്കാരിക്ക് പണി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാനും ഡീഫേമേഷൻ വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ. പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാമ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞോണേ, മാമ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ ഞാനാണ് പക്ഷേ ഇത് ചെയ്യണത്. പക്ഷെ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവണത്? പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ആയോണ്. പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരും ചെയ്യില്ല. ഇത് എത്ര ആൾക്കാരാണ് ഒരാൾ വന്നിട്ട് വേറെ വീഡിയോയിൽ ചേട്ടനോട് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ചേട്ടനോട് സമ്മതം ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു. ഇവരും ചേട്ടൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റിന് ഭയങ്കര നല്ല മനുഷ്യനാണേ. ഊക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് സൈഡിൽ കൂടെ നല്ല താങ്ങ് താങ്ങി വിടുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോകില വീഡിയോ ഇട്ടല്ലോ, അത് ബാലയുടെ അക്കൗണ്ട് വഴിയാണ് കോകില ആ ഒരു വീഡിയോ ഇട്ടത്. ആ വീഡിയോയിലൊക്കെ കോകില വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാമ പാവം, മാമ പറഞ്ഞു, ഒരു 2-3 പ്രാവശ്യം മാമയെ എടുത്ത് വെച്ച് അങ്ങ് പൊക്കുന്നുണ്ട്. മാമ പറഞ്ഞു അവളെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൾ പാവം കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് വീഡിയോ ഇടുന്നത് എന്നൊക്കെ കോകില 2-3 പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നേ. ഇന്നലെ തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, പക്ഷെ നമ്മൾ വിട്ടുപോയി. എലിസബത്ത് വളരെ വ്യക്തമായിട്ട് അത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാമ അറിയാതെ അല്ലെങ്കിൽ മാമ വേണ്ടാന്ന് പറഞ്ഞിട്ട് മോള് വീഡിയോ ഇടുവാണെങ്കിൽ മോളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട് ഇട്ടാ പോരെ? മാമ അറിയാതെയാണോ മാമയുടെ അക്കൗണ്ട് വഴി ഈ ഒരു സാധനം പുറത്തേക്ക് വന്നത് എന്നുള്ളൊരു കാര്യമാണ് എലിസബത്തോടെ ചോദിക്കുന്നത്. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഈ മാമയെ ഇരുത്തി അങ്ങോട്ട് പുകച്ച് പൊന്തിക്കുവാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കോകിലമോള്. എന്തിനാണ് കോകിലക്കുട്ടി നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആൻഡ് വളരെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ കോകിലമോളോട് ഞാനൊരു കാര്യം പറയാം, തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളുടെ ഭർത്താവിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന്, നമുക്ക് എല്ലാവർക്കും നമ്മൾ ജനിച്ച നമ്മുടെ സ്വന്തം നാടാണ് ഏറ്റവും വലുത്. നിങ്ങൾ ജനിച്ച നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് നിങ്ങൾ പോവുക. ഈ വ്യക്തി ഈ വൈക്കത്ത് കിടക്കുന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്കുമാണ് ആ പുള്ളിക്ക് ഒരു മലയാളം പടമൊക്കെ വരുന്നത്. അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങൾ പോന്നാ പോരെ? 2 ദിവസം പടം എന്തെങ്കിലും കുഞ്ഞു വേഷം ഒക്കെ അത് ചെയ്തിട്ടങ്ങ് തിരിച്ചു പോയാൽ പോരെ? എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് കിടന്ന് ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അത് മറ്റേ വിളംബരം ചെയ്ത് നടന്ന് ആ ചെയ്തു കൊടുത്ത ആർക്കാണോ ചെയ്തു കൊടുത്ത അവരെ തന്നെ അവർക്ക് ആ ചെയ്തു കൊടുക്കുന്നതിനകത്ത് നിങ്ങൾ അവരെ സത്യം പറഞ്ഞ നിങ്ങളുടെ ഭർത്താവ് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുക. ഞാനിവിടെ കിടന്ന് പോവാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ സ്ഥിരം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ ഈ അക്കയുടെയൊക്കെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇയാള് ഈ നല്ലത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് അത് ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത് അവരെ സത്യം പറഞ്ഞാൽ കളിയാക്കുക. ചെയ്തു കൊടുത്തിട്ട് ഈ പൊക്കി പിടിച്ച് ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞ് നടക്കുന്നതിനകത്തൂടെ. പിന്നെ ഇയാളൊരു കള്ളനാണെന്ന് എല്ലാവർക്കും ഇവിടെ മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പൊ കോകിലൊക്കെ വന്നിരുന്ന് ഇനി ആരൊക്കെ വന്ന് വെളുപ്പിക്കാൻ നോക്കിയാലും ഏക്കത്തില്ല. മലയാളികൾ മണ്ടന്മാരല്ലക്ക, നീ അത് പുറിയണം. മനസ്സിലായില്ല അക്ക? നീ അത് പുറിയണം. ഓക്കെ, ബാക്കി നമുക്ക് കേൾക്കാവേ. എൻ്റെ കല്യാണം 2019 മെയ്യില് നടന്നതാണ്. 3 ആഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഡിവേഴ്സ് ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറിനെയാണ് ഞങ്ങൾ M4 മാരിന്ന് ആണ് കണ്ടുമുട്ടിയത്. ഓക്കെ, 3 ആഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഒരു റിലേഷനിൽ. പിന്നെ ഡിവേഴ്സ് കുറച്ച് വൈകിയായിരുന്നു. ആക്ച്വലി ഇന്നെ ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത്, ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ്. ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും. അതിലെനിക്ക് ഒരു മടിയില്ല. ഓക്കെ, അപ്പോ സംഗതി വേറൊന്നുമല്ല. ഇന്നലത്തെ കോകിലയുടെ ആ ഒരു വീഡിയോയിൽ കോകില ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്, എലിസബത്ത് നീ നേരത്തെ കല്യാണം കഴിച്ചതല്ലേ, നീ ഡോക്ടറിനെ കല്യാണം കഴിച്ചതല്ലേ, നീ എന്താ അതൊക്കെ പരസ്യമായിട്ട് പറയാത്തത്? എലിസബത്ത് തുറന്ന് പറഞ്ഞക്ക, കോകിലക്ക എലിസബത്ത് ചൊല്ലിട്ടെ, ഇനി ഉന്നൂടെ കണവൻ കിട്ട സൊല്ല്, അവർ എവളോ വാട്ടി യാറൊക്കെ കല്യാണം പണിയെന്ന് ഊർക്കിട്ട സൊല്ല് എന്ന് അവർക്കിട്ട നീ സൊല്ല്.
കാര്യം പിടികിട്ടില്ലേ? നിങ്ങൾക്ക് കാര്യം പിടികിട്ടില്ലേ? അക്കയ്ക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാ ഒന്ന് പറ. പിന്നെ ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ തന്നെ താഴത്തേക്ക് പൊക്കോണ്ടിരിക്കും. മനസ്സിലായില്ലേ? അക്കയ്ക്ക് നല്ല രീതിയിൽ നാട്ടുകാരുടെ വായിരിക്കുന്ന തെറിയേക്കും. നിങ്ങളുടെ തന്നെ ഈ അക്ക തന്നെ ഇന്നലെ ഇട്ട വീഡിയോ അടിയിലൊന്ന് പോയി നോക്കിയാൽ മതി. ഞാൻ ആ കമന്റ് ബോക്സ് ഒന്നും ഇവിടെ കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ അക്കയ്ക്കാണെങ്കിലും അണ്ണനാണെങ്കിലും കാണണമെങ്കിൽ പോയി നോക്കുക. നാട്ടുകാർ നല്ല രീതിയിൽ ഊക്ക് വിട്ടിട്ടുണ്ട്. ഒരാൾ പോലും നിങ്ങൾക്ക് ഇപ്പൊ സപ്പോർട്ടും കൊണ്ടില്ല. അത് മനസ്സിലാക്കിക്കൊള്ളുക. ചുമ്മാ വന്നിരുന്ന് പിന്നെ കഥ പറയാൻ നിൽക്കണ്ട. മലയാളികൾ പൈത്യക്കാരല്ലേ, പുറിയും. എല്ലാമേ നല്ല പുറിയും. ഓക്കെ, അതുകൊണ്ട് നിൽക്കരുത്. ഇനി കഥ വന്ന് പറയാൻ നിൽക്കരുത്. കയ്യിൽ നിന്ന് പോയി നിങ്ങളുടെ മൊത്തത്തിൽ. പ്രത്യേകിച്ച് ഈ അണ്ണന്റെ ചില സോക്കേടുകൾ കാണുമ്പോഴത്തേക്കിടെ മനസ്സിലാവൂടെ എല്ലാവർക്കും. പിന്നെ പൈസയുടെ നല്ല കുന്തളിപ്പിലാണ് പുള്ളി പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ. ആ ഒരു കുന്തളിപ്പിന്റെ ഒരു കഥ ഈ ഒരു എലിസബത്ത് പറയുന്നുണ്ട്. അതാണ് ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും എലിസബത്ത് പറയുന്ന ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. അതിനകത്ത് തന്നെ ഉണ്ട് ആ ഒരു പ്രധാനപ്പെട്ട ഞാൻ നോട്ട് ചെയ്ത ആ ഒരു കാര്യവും കാണാം. അപ്പോൾ ആ പ്രശ്നം ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. 4 or 5 കഴിഞ്ഞിട്ട് ഒരു ചെയ്യണ ഒരാൾ മുമ്പ് ഒന്ന് കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വരുന്നത്. ഈവൻ ആ ഡിവേഴ്സിന് പോലും ഒപ്പം നിന്നിരുന്ന ആള് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും, നിന്റെ എല്ലാ പേരും ഞാൻ നാശാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം. പിന്നെ എന്താ വേറൊരു രസം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ ഡിവേഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ട്രോളിലൊക്കെ ആക്റ്റീവ് ആവണത്. ഇതിൻ്റെ ട്രോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ഡിവേഴ്സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണേ. സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. എലിസബത്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ബാലയ്ക്ക് അറിയാമായിരുന്നു. ഞാൻ മൊത്തത്തിൽ ഈ വീഡിയോ ക്ലിപ്പ് ഒന്നും ഇവിടെ വെച്ച് തരുന്നില്ല. വ്യക്തമായിട്ട് എലിസബത്ത് പറയുന്നുണ്ട്, ബാലയ്ക്ക് അറിയാമായിരുന്നു. ബാലയോട് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എലിസബത്ത് ഈ ഒരു ബാലയെ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ എലിസബത്തിന്റെ അക്കൗണ്ടിൽ ഡൈവോഴ്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാല എന്ന് പറയുന്ന വ്യക്തിയാണ്, നീ അത് ആരോടും പറയണ്ട. ബാലയുടെ എന്റെ പേര് പോകും. അതായത് ബാലയ്ക്ക് അതൊരു നാണക്കേടാണ്. അതായത് ഒരു ഡൈവേഴ്സി ആയിട്ടുള്ള ഒരു ഭാര്യയെ ഒരു പെണ്ണിനെ ഞാൻ വീണ്ടും കല്യാണം കഴിക്കുന്നു. അയാൾക്ക് 2-3 കെട്ടിയിട്ട് ആരെ വേണമെങ്കിലും കെട്ടാൻ പോകും, നാണക്കേടില്ല. അയാൾ കെട്ടുന്ന ആള് വേറെ ആളുടെയെങ്കിലും കൂടെയൊക്കെ ജീവിച്ചവരാണെങ്കിൽ അയാൾക്ക് ഒരു മോശക്കേട്, അത്രയ്ക്ക് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, ഒരു മോശക്കേട് വരും. അതൊക്കെ വ്യക്തമായിട്ട് എലിസബത്ത് ഇവിടെ പറയുന്നുണ്ട്. ബാക്കിയും കൂടെ പിന്നെ ഇയാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണ സമയത്ത്, ഇപ്പൊ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണ സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത്, ആരോടും എന്താ മുമ്പത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്, എനിക്ക് നാണക്കേടാന്ന് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞോണത്. അതായത് എനിക്ക് നാണക്കേടില്ല, പുള്ളിക്ക് നാണക്കേടാന്ന്. എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ്, അന്ന് എനിക്ക് 5000 ഫ്രണ്ട്സും 16,000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല്. ആ പ്രൊഫൈല് പുള്ളിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഇപ്പോൾ അതിനെ എന്ത് പേര് വിളിക്കണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പുള്ളി തന്നെ ആ എൻ്റെ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൊഫൈൽ ഇപ്പം ഇല്ല. അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ്. മാത്രമല്ല അന്നുണ്ടായിരുന്ന എൻ്റെ ഫോണ് പുള്ളി എറിഞ്ഞു പൊട്ടിച്ചു. ആ സിമ്മ് പുള്ളി നാശാക്കി. ആ നമ്പർ ഇപ്പോൾ വേറെ ആക്കാനില്ല. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. 15 വർഷത്തെ എൻ്റെ മരുന്ന് കൂടി. എന്ത് മരുന്നാണ് ഞാൻ 15 വർഷമായിട്ട് കഴിക്കണത്? എനിക്കിപ്പോൾ 30 എന്ന് പറയാൻ പറ്റില്ല. സെപ്റ്റംബർ 8-ാം തീയതി എനിക്ക് 31 വയസ്സാവും. സോ ഏകദേശം നമ്മൾ 15 വയസ്സ് ബാക്കിക്ക് പോവുകയാണെങ്കിൽ ഞാൻ 15 വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ? എന്ത് മരുന്നാണ് കഴിക്കണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കോകില ഇട്ട ഒരു വീഡിയോയിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കോകില പറയുന്ന ഒരു കേസ് ഇതാണ്. എലിസബത്ത് 15 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, എന്റെ കയ്യിൽ തെളിവുണ്ട്, മാങ്ങയുണ്ട്, ചേങ്ങയുണ്ടെന്നൊക്കെ. അപ്പം എലിസബത്ത് പറയുന്നു, എലിസബത്തിന് 31 വയസ്സാവുന്നു. 15 വർഷം മുമ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 16-15 വയസ്സുള്ളപ്പം, ഈ 16-15 വയസ്സുള്ളപ്പോഴൊക്കെ ആർക്കാണെങ്കിലും ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതലൊക്കെ മരുന്ന് കൊടുക്കുമോ? ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എലിസബത്ത് അവിടെ പറയുന്നുണ്ട്, തെളിവ് കൊണ്ടുപോവാ. ഈ പറയുന്നതല്ല, നിങ്ങൾ തെളിവ് കാണിക്ക്. എനിക്ക് മറ്റേ വേറെ കുറെ കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ട്, ഞാൻ വെക്കുന്നില്ല, വെറുതെ പാലച്ചേട്ടനെ നാണക്കേടായിപ്പോ. വേറൊന്നുമല്ല, എനിക്ക് പനി വരുമായിരുന്നു, വയറിളക്കം വരുമായിരുന്നു, ഛർദി വരുമായിരുന്നു, അതിനൊക്കെ ഞാൻ മരുന്ന് കഴിക്കില്ല. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അണ്ണ മറ്റേ മൂത്ത് കഴിക്കുന്ന കണക്ക് ചേച്ചി അങ്ങനെ കഴിക്കത്തില്ല എന്നാണ് ചേച്ചി പറയുന്നത്. മനസ്സിലായില്ലേ?
പിന്നെ ചേട്ടൻ തെളിവ് കൊണ്ടുപോവാ. ഇപ്പൊ ചേട്ടനല്ല ചേച്ചിയാണല്ലോ പറയുന്നത്. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോകില, നമ്മുടെ സ്വന്തം കോകില ചേച്ചി അല്ലെങ്കിൽ കോകില അക്ക തെളിവുകൾ കൊണ്ടുപോവാ. 15 വർഷമായിട്ട് അവർ മരുന്ന് കഴിക്കുന്നതിനുള്ള തെളിവുകൾ കാണിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞതിനകത്ത് ഈ ഒരു കാര്യത്തിനെങ്കിലും നമ്മളെല്ലാവരും കൂടെ നിൽക്കാം. പക്ഷെ അതിന് നിങ്ങൾ തെളിവ് കാണിക്കണം. 15 വർഷമായിട്ട് അവർ കഴിക്കുന്നതിന്റെ തെളിവ് തന്നെ നിങ്ങൾ കാണിക്കണം. ഓക്കെ, അല്ലാതെ കഴിഞ്ഞ ദിവസം കഴിച്ചു മറ്റന്നാൾ കഴിച്ചു അങ്ങനെയല്ല. അവര് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ തന്നെ എലിസബത്ത് തന്നെ പറയുന്നുണ്ട്, കുറച്ച് നാളുകളായിട്ട് ഞാൻ ഡിപ്രഷനുള്ള ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ബാക്കി 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി. ഞാൻ 15 വർഷമായിട്ട് ഇപ്പോൾ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, വയറ് വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും, വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന്. ഈ ഒരു പോർഷൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടില്ലെന്നാ വിചാരിച്ച്. പക്ഷെ നിങ്ങളും കേട്ട് നല്ല ഊക്കല്ലേ ഊക്കി വിടുന്നത്. വെറുതെ പോയി ആ പെങ്കൊച്ചിനെ ചൊറിഞ്ഞ് അവളുടെ വായിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഡീഫോമേഷൻ കഴിഞ്ഞ ദിവസത്തേന്ന് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണിച്ചില്ല, അന്നം പാട്ട് പാടുന്നതിന്റെ ആ ഒരു വീഡിയോയിലൊക്കെ നൈസായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തും ഒക്കെ അടി നല്ല കാനത്തില്. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടു, എന്റെ ഭാര്യയുടെ ഫോട്ടോ ഒന്നും ആരും എടുത്ത് ഉപയോഗിക്കരുത്, കോപ്പിറൈറ്റഡ് ആണ്, മറ്റേതാണ് മറിച്ചേതാണെന്ന്. അണ്ണാ ഇത് സോഷ്യൽ മീഡിയ, മനസ്സിലായില്ലേ? തനിക്ക് എന്തും വന്ന് ഇതിനകത്ത് കാണിക്കാന്നൊക്കെ വിചാരിക്കരുത്. താൻ ഇതിനകത്ത് കിടന്ന് അപരാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പിന്നെ അത് ചെയ്യരുത്, അത് തെറ്റാണ്. എന്നാ അണ്ണൻ ഇവിടുന്ന് പോ, അണ്ണൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോ, ഞങ്ങൾക്ക് അത് പറയാം. ഇത് ഞങ്ങളെല്ലാവരും ദലിತ നാടാ അണ്ണ. ഇവിടെ വന്ന അറാമ്പറപ്പ് കാണിച്ചാൽ ഞങ്ങൾ എല്ലാവരും എടുത്ത് വെച്ച് കൊടുത്തു തരും, മനസ്സിലായ? അതും പോട്ടെ, നാട്ടിൽ കിടന്ന് കാണിക്കുന്ന പോട്ടെ, സോഷ്യൽ മീഡിയയിലും വന്ന് കിടന്ന് വേറെ ഓരോ സ്ത്രീകളെ വന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ വന്നിട്ട് മോശം കാണിക്കാനായിട്ട് നിങ്ങൾ ആയിട്ടില്ല. കാശിന്റെ ആ ഒരു കാണും, അത് വെച്ച് നമ്മളെ എല്ലാവരും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതല്ലാതെ മിണ്ടാതിരുന്നോണം നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങരുതണ്ട. അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എലിസബത്ത് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റ്, തമിഴ്നാട്ടിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒക്കെ ഒന്ന് അറിഞ്ഞ് വച്ചാൽ കൊള്ളാമായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ കാശുള്ളവൻ നല്ല അറാമ്പറപ്പ് അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെയും കുറെ എണ്ണം കാണിക്കുന്നുണ്ടില്ല അതൊന്നും അല്ല, അതേപോലെ അവിടെയും കാണിക്കുന്നുണ്ട്. കേക്കാം. ചില ആൾക്കാര് 10ാം ക്ലാസ്സിലത്തെ എക്സാമും അതുപോലെ തന്നെ +1 +2 എക്സാമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് എക്സാം എഴുതി പാസ്സായി എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരനെ എനിക്കറിയാം. അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചതിൻ്റെ വില മനസ്സിലാവില്ല എന്ന് നന്നായിട്ടറിയാം. എന്നോട് ഈ പറഞ്ഞ ആക്ടർ തന്നെയാണ് പറഞ്ഞോണെ, പുള്ളി എക്സാമിൻ്റെ സമയത്ത് പുള്ളിയുടെ ഫാദർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് പുള്ളിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയിട്ടുണ്ട്. എലിസബത്തെ, ഇതൊക്കെ ഉള്ളതാണല്ലോ അല്ലേ? ചെറിയൊരു അലിഗേഷൻ ഒന്നും അല്ല പറയുന്നത്. പാലയണ്ണൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് പറഞ്ഞിട്ടുണ്ടാവണം. ഇവര് പറയാതെ എലിസബത്ത് ഇത് സ്വന്തമായിട്ട് കൈ നിന്നിട്ട് പറയുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അവര് സ്വന്തമായിട്ട് ചിന്തിച്ചെടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറഞ്ഞുകൂടെ? അപ്പോ പാലയണ്ണന്റെ തന്തപ്പടി അച്ഛൻ നൈസായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി മോന് കൊടുത്തിട്ടുണ്ട് പരീക്ഷ പാസ്സാവാൻ വേണ്ടി എന്നാണ് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ കിടന്ന് അറമ്പറപ്പ് കാണിക്കുന്ന മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ എങ്ങനെ പാലയണ്ണനെ നമ്മൾ കുറ്റം പറയും? നിങ്ങൾ പറയും, എങ്ങനെ പാലയണ്ണനെ ഞാൻ കുറ്റം പറയും? പാലയണ്ണനെ ഈ ഒരു പരുവത്തിലാക്കി വിട്ടത് പാലയണ്ണന്റെ ഡാഡി കൂളാണ്. 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പഠിക്കുന്ന ചെറുക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റി കൊടുത്ത് എന്താ കേൾക്കുന്നത്? അപ്പൊ പിന്നെ ഇവന് ഇതൊക്കെ കാണിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. പാലയെ മാത്രമല്ല പറയേണ്ടത്, മൊത്തത്തില് പറയേണ്ട ഒരു അവസ്ഥയാ. എലിസബത്ത് പറയുന്നത് വെച്ചിട്ടാ, ഞാനായിട്ട് കയ്യിൽ നിന്നെടുത്ത് പറയുന്നതൊന്നുമല്ല. ഇപ്പം പാലയെണ്ണം കാണുന്നുണ്ടെങ്കിലും നമ്മളാരും പറയുന്നതല്ല. നിങ്ങളുടെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാ. നിങ്ങളിത് പറഞ്ഞത് ലൈക്ക് ചിലപ്പോ ഒന്നെങ്കിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അടിച്ചതായിരിക്കും. അപ്പൊ ഇനി അങ്ങനെയൊക്കെ അടിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും അടിച്ചോണം, കാരണം തിരിച്ച് പണി കിട്ടും. എന്റെ പൊന്ന് പാലയെണ്ണ, ചെറിയ കേസൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു. ഒന്നാമത് നിങ്ങളുടെ പേര് കേസുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒക്കെ ഒന്ന് കുത്തിപ്പൊങ്ങി വന്ന് അന്വേഷിക്കാൻ തുടങ്ങി സത്യമാണെന്നൊക്കെ. തെളിയത്തൊന്നുമില്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷെ എന്താണെങ്കിലും അന്വേഷണമൊക്കെ ആ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാണക്കേടാ. വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷ ജയിക്കാൻ വേണ്ടി വരെ താൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡാഡി കൂൾ അടിച്ചു മാറ്റി തന്നു, താനതൊക്കെ വലിയ കാര്യത്തോടെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനോട് ഇച്ചിരിയൊക്കെ ഉളുപ്പ് അതൊക്കെ ആവാം കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ പാട്ടിന് പോകുന്നു. നിങ്ങൾക്ക് ഇനിയും പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയാതെ പോവരുത്. ഓക്കെ, ഈ അണ്ണനെ നമുക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞു വിടണ്ടേ, ഇല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോകത്തില്ലേ? പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.